പിതാവ് പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ചു. എന്നാൽ പുത്രൻ ജീവദാനത്തിലൂടെ നമ്മെ സ്നേഹിച്ചു. പ്രാണരക്ഷാർത്ഥം പറന്നു വന്ന പ്രാവിനോടുള്ള കാരുണ്യനിമിത്തം പരുന്തുമായുള്ള വാദപ്രതിവാദത്തിനൊടുവിൽ സ്വന്തം കാലിലെ തുടയിൽ നിന്നും പ്രാവിൻ തൂക്കം മാംസം മുറിച്ചു നൽകിയ ശിബിചക്രവർത്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം തരളിതമാകാറുണ്ട്. എന്നാൽ ഈശോ നമുക്ക് പകരമായി മുറിച്ചു നൽകിയത് അവന് മുഴുവനായിട്ടും തന്നെയായിരുന്നു. മനുഷ്യവർഗം ചെയ്ത പാപത്തിന് പ്രതിഫലമായി പിശാച് വിലവേശി വാദപ്രതിവാദം നടത്തിയപ്പോൾ തന്നെ പിച്ചു ചീന്താൻ സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് പിതാവിന് നമ്മോടുള്ള അദമ്യമായ സ്നേഹം അവൻ തെളിയിച്ചു തന്നു. സ്നേഹമുള്ളവരെ, ഒറ്റ കുത്തിന് കൊല്ലുകയാണെങ്കിൽ ഇന്ന് പലരും രക്തസാക്ഷികളാകാൻ തയ്യാറായേക്കാം ഒരുപക്ഷെ. എന്നാൽ ഇഞ്ചിഞ്ചായി കൊല്ലാക്കല് കൊല്ലും നീ രക്തസാക്ഷിത്വം വരിക്കാമോ എന്ന് ചോദിച്ചാൽ മറുപടി മൗനമായിരിക്കും. ഈശോ ഒരു നിമിഷം കൊണ്ടല്ല നമ്മോടുള്ള സ്നേഹം തെളിയിച്ചത്, ഒരായുസ്സുകൊണ്ടാണ്. ഈശോ ഇഞ്ചോടിഞ്ച് തകർക്കപ്പെട്ടു. ഒരിക്കൽ കൂടി നമുക്ക് ആ കുരിശിലേക്ക് നോക്കാം. സങ്കീർത്തകൻ പറയുന്നു, അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായി. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, വികൃതമായ ആംഗ്യങ്ങളാൽ നിന്ദിക്കുന്നു. തെരുവിൽ എന്നെ കണ്ടവർ ഓടിയകന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, എല്ലാവരാലും നിന്ദിതൻ, സർവരാലും പരിത്യക്തൻ. എങ്കിലും അവൻ ഉരിയാടിയില്ല. സങ്കീർത്തനങ്ങൾ 22. സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി. അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടു. നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. ഞാനൊരു മനുഷ്യനല്ല, കൃമിയാകുന്നു. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു. ദാഹിച്ചപ്പോൾ എനിക്ക് വിനാഗിരി കുടിക്കാൻ തന്നു. എൻ്റെ കൈകാലുകൾ അവർ കുത്തിത്തുളച്ചു. അസ്ഥികൾ എണ്ണാവുന്ന വിധമായി. സങ്കീർത്തനം 31:12. ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായി ഞാൻ. സങ്കീർത്തനം 22:14. ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയും. ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു. അവർ നീളത്തിൽ ഉഴവുചാലുകൾ കീറി. സങ്കീർത്തനം 129:3. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് അവൻ സഹിച്ചത്? യെശയ്യാ 53:9. അവനൊരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് ദൈവഹിതമായിരുന്നു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. യെശയ്യാ 53:4. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേറ്റു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അതേ പ്രിയപ്പെട്ടവരെ, പ്രകടനങ്ങളിൽ മാത്രം മനുഷ്യസ്നേഹം ഒതുങ്ങി നിൽക്കുമ്പോൾ ഈശോയുടെ ജീവനർപ്പിക്കുന്ന രക്ഷാകരമായ ദിവ്യസ്നേഹം ഇന്ന് സർവ്വത്തിനും മുകളിൽ ചോദ്യം ചെയ്യാനാവാത്ത വിധം നിലകൊള്ളുന്നു. അവൻ നമ്മെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. 1 യോഹന്നാൻ 3:1. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചത്. ശിരസ് നമിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ഹൃദയത്തിൽ പാടാം. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ എന്ന്.